ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം 2-ാം അധ്യായം. ശ്രീശുക ഉവാച. ആസീത് ഗിരിവരോ രാജൻ സ്ത്രിഗൂഢൈതി വിശ്രുതഃ ക്ഷീരോദേനാവൃതഃ ശ്രീമാൻ യോജനായുധമുച്ഛ്രിതഃ. ഹേ രാജൻ, ക്ഷീരസമുദ്രത്തിലെ ഒരു ദ്വീപിൽ അതിലെ ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നതും 10,000 യോജന ഉയരമുള്ളതും രത്നാദികളിൽ നിന്ന് ഉദ്ഭവിച്ചിരിക്കുന്ന അതിശയമായ ശോഭയോടുകൂടിയതും ത്രികൂടമെന്ന് സുപ്രസിദ്ധവുമായ ഒരു ശ്രേഷ്ഠ പർവ്വതമുണ്ട്. താവതാ വിസ്തൃത പര്യക്ത്രിഭിശൃംഗൈ പയോനിധീം ദിശശ്ചരോജയന്നാസ്തേ രൗപ്യായ സഹിരൺമയൈഃ. 10,000 യോജന ചുറ്റളവുമുണ്ട്. വെള്ളി, ഇരുമ്പ്, സ്വർണം ഇവയുടെ നിറത്താൽ പ്രകാശിക്കുന്ന 3 ശിഖരങ്ങളുള്ളതിൽ നിന്ന് പുറപ്പെടുന്ന തേജോവിശേഷങ്ങളാൽ ക്ഷീരസമുദ്രത്തെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളെയും പ്രകാശിപ്പിച്ചും കൊണ്ട് ആ ത്രികൂടപർവ്വതം നിൽക്കുന്നു. അന്യേശ്ച കകുബ സർവരത്നധാതു വിചിത്രിതൈഃ നാനാദ്രുമലതാ ഗുൽമേർ നിർഘോഷേർ നിർജരാംബസാം. നാനാവിധം രത്നങ്ങളും ഗൈരികാദി പൊടികളും നിറഞ്ഞിരിക്കുന്ന മറ്റു ശിഖരങ്ങൾ കൊണ്ടും ബഹുവിധം വൃക്ഷങ്ങൾ, വള്ളികൾ, കുടിലുകൾ എന്നിവയാലും പർവ്വത ചരിവുകളിൽ കൂടി കീഴോട്ടൊഴുകുന്ന നദീജലങ്ങളുടെ മധുര ശബ്ദങ്ങളാലും സകല ദിക്കുകളെയും പ്രകാശിപ്പിച്ചും കൊണ്ട് ആ പർവ്വതം നിൽക്കുന്നു. സച്ചാവനിജ്യമാനാംഗ്രിഃ സമന്ത്രാത്പയ ഊർമിഭിഃ കരോതി ശ്യാമളാം ഭൂമിം ഹരിന്മകരഗദാശ്മഭിഃ. ക്ഷീരസമുദ്ര തിരമാലകൾ ഈ പർവ്വതത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളെ എപ്പോഴും പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നു. ആ തിരമാലകളിൽ കൂടി കരയ്ക്ക് അടിച്ചു കയറിക്കിടക്കുന്ന പച്ചരത്നങ്ങൾ നിമിത്തം സമീപഭൂമി ശ്യാമളവർണ്ണമുള്ളതായിരിക്കുന്നു. സിദ്ധചാരണ ഗന്ധർവ വിദ്യാധരമഹോരഗൈഃ കിന്നരൈ അപ്സരോഭിശ്ച ക്രീഡദ്ഭിർജുഷ്ടകന്ധരഃ. ഈ പർവ്വതത്തിൻ്റെ ഗുഹകളിൽ സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, മഹോരഗങ്ങൾ, കിന്നരന്മാർ, അപ്സരസുകൾ മുതലായവർ വന്നിരുന്ന് കളിക്കുന്നു. എത്ര സംഗീത സന്നാദൈർനദദ്ഗുഹ്യമമർഷയ അഭിഗർജന്തി ഹരയഃ ശ്ലാഘിനപരശങ്കയ. ഏതു ദിക്കിൽ കിന്നരാദികളിരുന്ന് പാട്ടുപാടുമ്പോൾ ആ നാദങ്ങൾ നിമിത്തം ഗുഹകളിൽ നിന്ന് പ്രതിധ്വനി ഉറപ്പെടുന്നുവോ ആ ദിക്കുകളിൽ വസിക്കുന്ന സിംഹങ്ങൾ തങ്ങൾ തന്നെ വീരന്മാരെന്ന് വിചാരിക്കുന്നവയാകയാൽ അന്യസിംഹങ്ങൾ ഇവിടെ വന്നിരിക്കുന്നുവോ എന്നുള്ള ശങ്ക നിമിത്തം ക്രോധത്തോടുകൂടി പ്രതിശബ്ദം പുറപ്പെടുവിക്കുന്നു. നാനാരണ്യ പശുവ്രാത സങ്കുലദ്രോണ്യലങ്കൃതഃ ചിത്രദ്രുമസുരോദ്യാന കളകണ്ഠ വിഹംഗമഃ. നാനാവിധത്തിലുള്ള കാട്ടുമൃഗങ്ങളുടെ സംഘങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഗുഹകളോടും വിവിധ വൃക്ഷങ്ങളുള്ള ദേവോദ്യാനങ്ങളിലിരുന്ന് മധുരമായി ശബ്ദിക്കുന്ന പക്ഷികളോടും കൂടിയതായിരുന്നു ആ ചിത്രകൂട പർവ്വതം. സരിൽ സരോഭിരശ്ചോദൈഃ പുളിനൈർമണിവാലുകൈഃ ദേവസ്ത്രീമജ്ജനാമോദ സൗരാംബാംബുനിലൈർയുധഃ. നിർമ്മല ജലങ്ങളുള്ള നദികളും തടാകങ്ങളും രത്നം പോലെയുള്ള മണൽത്തരികൾ അടിഞ്ഞിരിക്കുന്ന തിട്ടുകളും ദേവസ്ത്രീകളുടെ സ്നാനം നിമിത്തം വ്യാപിച്ചിരിക്കുന്ന സുഗന്ധത്തോടുകൂടിയ ജലത്തിൽ തട്ടി വീശുന്ന സൗരഭ്യമുള്ള കാറ്റും ആ പർവ്വതത്തിലുണ്ടായിരുന്നു. തസ്യ ദ്രോണ്യം ഭഗവതോ വരുണസ്യ മഹാത്മനഃ ഉദ്യാനമൃദുമന്നാമ ആക്രീഡം സുരയോഷിതാം. ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ മഹാത്മാവായ വരുണഭഗവാന്റെ ഋതുമത്ത് എന്നുപേരായ ഉദ്യാനമുണ്ട്. അത് ദേവസ്ത്രീകളുടെ ക്രീഡാസ്ഥാനമാകുന്നു. സർവതോലംകൃതം ദിവ്യൈർനിത്യം പുഷ്പബലദ്രുമൈഃ മന്ദാരൈ പാരിജാതൈശ്ച പാടലാശോകചമ്പകൈഃ ചൂതൈ പ്രിയാളൈ പനസൈ രാമ്രൈരാമ്രാതകൈരഭി ക്രമുകൈർനാളികേരൈശ്ച ഖർജൂരൈർബീജപൂരകൈഃ മധൂകൈ സാലതാലൈശ്ച തമാലൈരസനാർജുനൈഃ അരിഷ്ടോദുംബരപ്ലക്ഷൈർവടൈ കിംശുകചന്ദനൈഃ പിചുമന്ദൈ കോവിദാരൈഃ സരളൈ സുരദാരുഭിഃ ദ്രാക്ഷേഷുരംബാജംബൂഭിർഭദര്യക്ഷാഭയാമലൈഃ ബില്വൈകഭിത്തേർജംബീരൈർഹൃദോബല്ലാതകാവദിഭിഃ തസ്മിൻ സരസു വിപുലം ലസത്കാഞ്ചനപങ്കജം.
എപ്പോഴും പുഷ്പങ്ങളും ഫലങ്ങളുമുള്ള മന്ദാരം, പാരിജാതം, പാടലം, അശോകം, ചെമ്പകം, ചൂതം, പ്രിയാളം, പ്ലാവ്, മാവ്, അമ്പഴം, കവുങ്ങ്, തെങ്ങ്, ഈത്ത, മാതളം, ഇലിപ്പ, സാലം, താലം, തമാലം, വേങ്ങ, അർജുനം, അരിഷ്ടം, ഉദുംബരം, പ്ലക്ഷം, വടം, പ്ലാച്ചി, ചന്ദനം, പിജുമന്തം, കോവിതാരം, സരളം, ദേവദാരു, മുന്തിരി, കരിമ്പ്, വാഴ, നാരകം, ഇലന്ത, കടുക്ക, നെല്ലി, ബില്യം, വ്ളാറം, മധുരനാരകം, വല്ലാതകം മുതലായ വൃക്ഷങ്ങളാൽ നാലുഭാഗവും അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ആ ഉദ്യാനത്തിൽ പുൽത്താമര വികസിച്ചു നിൽക്കുന്നതും അത്യന്തം വിശാലവുമായ ഒരു തടാകമുണ്ട്. കുമുദോത്പല കൽഹാര ശതഭത്ര ശ്രിയോർജിതം മത്തഷഡ്പദ നിർഗുഷ്ടം ശകുന്തൈശ്ച കളസ്വനൈഹി. ആമ്പൽ, നീലത്താമര, കൽഹാരം, ശതപത്രം എന്ന പുഷ്പങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ശോഭയാൽ ഉത്കൃഷ്ടവും മതിച്ച വണ്ടുകളുടെ ഘോഷത്തോടുകൂടിയതും മധുരസ്വരങ്ങളുള്ള മറ്റു പക്ഷികളുടെ നാദങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവതുമായിരുന്നു. ഹംസകാരണ്ഡവാകീർണം ചക്രാഹ്വൈസാരസൈരഭി ജലകുക്കുടകോയഷ്ടി ദാത്യൂഹക്കുലകൂജിതം. ഹംസം, കാരണ്ഡവം, ചക്രവാകം, സാരസം, കുളക്കോഴി, കോയഷ്ടി, ദാത്യൂഹം എന്ന പക്ഷികളുടെ സമൂഹത്തിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്താൽ വ്യാപിക്കപ്പെട്ടുമിരുന്നു. മത്സ്യകച്ചപസഞ്ചാരചലത്പദ്മരജപയഃ കദംബവേദസനളിനി പവഞ്ചുളകൈർവൃതം. മത്സ്യം, ആമ എന്നിവയുടെ സഞ്ചാരനിമിത്തം ചലിക്കുന്ന താമരകളിൽ നിന്ന് ഉതിർന്നു വീണ പൂമ്പൊടികൾ ജലത്തിന്മീതെ പാറിയിരുന്നു. കടമ്പ്, ആറ്റുവഞ്ചി, രാമച്ചം, വജ്ജൂളം മുതലായ വൃക്ഷങ്ങളും ചെടികളും കരകളിൽ നിറഞ്ഞുമിരുന്നു. കുന്തൈകൂരബകാശോകൈഃ ശിരീഷൈകുടജേങ്കുതൈഃ കുബ്ജകൈ സ്വർണയൂതിഭിർനാഗപുന്നാഗജാദിഭിഃ മല്ലികാശതപത്രൈശ്ച മാധവീജാലകാദിഭിഃ ശോഭിതം തീരജൈശ്ചാന്യൈർനിത്യൈർതുബിരലം ദ്രുമൈഃ. കുന്തം, കരബകം, അശോകം, ശിരീഷം, കുടജം, ഇംഗുദം, കുബ്ജകം, സ്വർണയൂതി, നാഗം, പുന്നാഗം, ജാതി, മല്ലിക, ശതപത്രം, മാധവി, ജാലകം മുതലായ പൂച്ചെടികളാലും തീരത്തിലുള്ളവയും നിത്യവും ഫലപുഷ്പങ്ങളാൽ ശോഭിക്കുന്നവയുമായ മറ്റു വൃക്ഷങ്ങളാലും അലങ്കരിക്കപ്പെട്ടതായിരുന്നു ആ തടാകം. തത്രൈകദാ തദ്ഗിരികാനനാശ്രയഃ കരേണുഭിർവാരണയൂഥപശ്ചരൻ സകണ്ഠകാൻ കീചകവേണുവേത്രവത് വിശാലഗുൽമം പ്രരുജൻ വനസ്പതീൻ. അവിടെ ഒരു നാൾ ആ പർവ്വതത്തിലും അതിലെ കാടുകളിലും വസിക്കുന്ന ഒരു ഗജശ്രേഷ്ഠൻ പിടിയാനകളോടുകൂടി സഞ്ചരിച്ചും മുളങ്കൂട്ടങ്ങൾ, ചൂരൽ വള്ളികൾ എന്നിവയാൽ പടർന്നു പിടിച്ചിരിക്കുന്ന കുടിലുകളെയും മുള്ളുള്ള മരങ്ങളെയും മറ്റും കുത്തിപ്പിളർന്നും വലിച്ചു നശിപ്പിച്ചും കൊണ്ട് സഞ്ചരിച്ചിരുന്നു. യദ്ഗന്ധമാത്രാധരയോ ഗജേന്ദ്ര വ്യാക്രാദയോ വ്യാളമൃഗാ സഖഡ്ഗഃ മഹോരഗാശ്ചാഭിഭയാദ്രവന്തി സഗൗരവ കൃഷ്ണ ശരഭാശ്ച മര്യ. ആ ഗജേന്ദ്രൻ്റെ ശരീരത്തിൽ തട്ടി വീശുന്ന കാറ്റേൽക്കുന്നത് കൊണ്ടുതന്നെ സിംഹങ്ങൾ, മറ്റു ഗജങ്ങൾ, വ്യാക്രാദികൾ, വ്യാളമൃഗങ്ങൾ, ഖഡ്ഗങ്ങൾ എന്ന ഒരു ജാതി മൃഗവിശേഷങ്ങൾ, മഹാസർപ്പങ്ങൾ, ഗൗരവർണ്ണത്തിലും കൃഷ്ണവർണ്ണത്തിലുമുള്ള മാനുകൾ, ശരഭങ്ങൾ, ചമരികൾ മുതലായവ ഭയം നിമിത്തം പാഞ്ഞുകളയുന്നു. വൃകാവരാഹ മഹിഷർഷശല്യ ഗോപുശ്ച സാല വൃഗമർക്കടാശ്ച അന്യത്ര ക്ഷുദ്ര ഹരിണാ ശശാദയശ്ചരന്ത്യഭീത യദനുഗ്രഹേണ. ചെന്നായ്ക്കൾ, പന്നികൾ, പോത്തുകൾ, വൃക്ഷങ്ങൾ, മുള്ളൻ പന്നികൾ, ഗോവൃക്ഷങ്ങൾ, സാലാവൃഗങ്ങൾ, കുരങ്ങുകൾ എന്നിവ പേടിച്ചോടുന്നു. മാനുകൾ, മുയൽ മുതലായവ ക്ഷുദ്രമൃഗങ്ങളായതുകൊണ്ട് ഈ ഗജശ്രേഷ്ഠൻ്റെ അനുഗ്രഹത്താൽ പേടികൂടാതെ ദൃഷ്ടിമാർഗം വിട്ടു മറ്റു ദിക്കുകളിൽ മേഞ്ഞുകൊണ്ടിരുന്നു. ഉത്കൃഷ്ടനായ ഈ ഗജാധിപൻ ക്ഷുദ്രജീവികളായ ഇവയെ ഉപദ്രവിക്കുകയില്ലെന്ന് അവയ്ക്ക് മനസ്സിലായതുകൊണ്ട് അവ ഭയം കൂടാതെ സഞ്ചരിക്കാറുണ്ട്. സകർമ്മത്തപ്തകരിഭിക്കരേണുഭിർവൃതോ മദച്യുത കളഭരേനുദ്രതഃ ഗിരിം ഗരിംണ പരിതപ്രകമ്പയൻ നിഷേവ്യമാണോളികുലേർമദാശനൈഃ. ആ ഗജം വെയിലേറ്റു തളർന്നും കൂടെയുള്ള മറ്റു ഗജങ്ങളാലും പിടിയാനകളാലും ചുറ്റപ്പെട്ടും ആനക്കുട്ടികളാൽ പിന്തുടരപ്പെട്ടും മദജലം ഒഴുക്കിയും ശരീരത്തിൻ്റെ വലിപ്പത്താൽ ഗിരിയിൽ സഞ്ചരിക്കുന്ന ഭാഗമെല്ലാം ചലിപ്പിച്ചും ഒഴുകുന്ന മദജലം പാനം ചെയ്യുന്ന വണ്ടിൻ കൂട്ടങ്ങളാൽ ചൂഴപ്പെട്ടും സഞ്ചരിച്ചു. സരോനിലം പങ്കജരേണുരൂഷിതം
ജിഗ്രൻ വിദുരാൻ മതവിഹ്വലേക്ഷണഃ വൃതസ്വയൂതേന തൃഷാർദിതേന തത്സരോവരാഭ്യ ശമദാഗമദ്രുതം. താമരപ്പൂമ്പൊടിയുടെ ഗന്ധത്തോടുകൂടി ആ തടാകത്തിൽ നിന്നു വീശുന്ന കാറ്റിനെ ദൂരത്തു നിന്നു തന്നെ മണത്തും കൊണ്ട് മദലഹരിയാൽ ചലിക്കുന്ന കണ്ണുകളോടുകൂടിയും ദാഹത്താൽ തളർന്നിരിക്കുന്ന സംഘത്താൽ ചുറ്റപ്പെട്ടും കൊണ്ട് ആ ഗജേന്ദ്രൻ വേഗത്തിൽ ആ തടാകത്തിൻ്റെ സമീപത്തെത്തിച്ചേർന്നു. വിഗാഹ്യ തസ്മിൻ മൃദാംബു നിർമ്മലം ഹേമാരവിന്ദോത്പലരേണുവാസിതം പവോ നികാമം നിജപുഷ്പരോധൃതമാത്മാനമദ്ഭിസ്നഭയൻ ഗതക്ലമഃ. ആ തടാകത്തിലിറങ്ങി പൊന്നിറമുള്ള താമരയിൽ നിന്നും ഉത്പലത്തിൽ നിന്നും ഉതിർന്നു വീണ ധൂളികൾ നിമിത്തം വാസനയുള്ളതും അതിസ്വച്ഛവും അമൃതസമാനവുമായ ജലം തുമ്പിക്കൈ കൊണ്ട് കോരിയെടുത്ത് മതിവരും വരെ കുടിച്ചു. അതുപോലെ തന്നെ ദേഹത്തിലെല്ലാം കോരിയൊഴിച്ച് ക്ഷീണം തീർത്തു. സ്വപുഷ്കരേണോധൃതശീകരാംബുഭിർ നിബായയൻ സംസ്നവയൻ യഥാഗൃഹി ഗൃണീകരേണു കളഭാംശ്ച ദുർമദോ നാചഷ്ടകൃച്ഛ്രം കൃപണോജമായയാ. ഈശ്വരമായാമോഹിതനായിട്ട് ഭാര്യാപുത്രാദികളിൽ കരുണയോടുകൂടിയ ഗൃഹസ്ഥാശ്രമിയെപ്പോലെ പിടിയാനകളിലും ആനക്കുട്ടികളിലും സ്നേഹമുള്ളവനും ദുർമതത്താൽ തന്നില തെറ്റിയവനുമായ ഈ ഗജശ്രേഷ്ഠൻ തുമ്പിക്കൈ കൊണ്ട് വെള്ളമെടുത്ത് പിടിയാനകളെയും കുട്ടികളെയും പാനം ചെയ്യിക്കുകയും അവരുടെ ശരീരത്തിൽ വെള്ളമൊഴിച്ച് തണുപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ സമീപത്ത് വന്നു ചേരുന്ന ആപത്തിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമുണ്ടായില്ല. തം തത്ര കശ്ചിൻ നൃപദൈവ ചോദിതോ ഗ്രാഹോ ബലീയാം ചരണേരുഷാഗ്രഹീത് യദൃച്ഛയൈവം വ്യസനം ഗതോ ഗജോ യഥാ ബലം സോതി ബലോ വിചക്രമേ. ഹേ രാജൻ, പ്രാരബ്ധത്തെ അനുസരിച്ച് ചലിക്കുന്ന ദൈവശക്തിയാൽ പ്രേരിതനും അതിബലവാനുമായ ഒരു മുതല ആ തടാകത്തിൽ ആ ഗജേന്ദ്രൻ്റെ കാലിൽ ദേഷ്യത്തോടുകൂടി പിടിച്ചു. പെട്ടെന്നിപ്രകാരം ആപത്തിൽ അകപ്പെട്ട ബലവാനായ ആ ഗജവും തൻ്റെ ബലമനുസരിച്ച് ആ പിടുത്തം വിടർത്താനും ശ്രമിച്ചു. തഥാതുരം യൂതപതിം കരേണവോ വികൃഷ്യമാണം തരസാബലീയസ വിജുക്രുശുർദീനധിയോ പരേ ഗജാഹ പാർഷണിഗ്രഹാസ്താരയിതും ന ശാശകൻ. അതിശക്തനായ ഗ്രാഹം ബലത്തോടുകൂടി വലിക്കുന്നതിനാൽ ദുഃഖിതനായിരിക്കുന്ന സംഘാധിപനെ നോക്കി ദുഃഖിതകളായ പിടിയാനകൾ ഉച്ചത്തിൽ നിലവിളിക്കുക മാത്രം ചെയ്തു. പിൻഭാഗത്തു നിന്ന് സഹായിക്കുന്ന മറ്റു ഗജങ്ങളും ഈ ഗജത്തെ ഗ്രാഹത്തിൻ്റെ പിടുത്തത്തിൽ നിന്ന് വിടർത്തുവാൻ ശക്തരായില്ല. നിയുദ്ധ്യതോരേവമിഭേന്ദ്രനക്രയോർവികർഷിതോരന്തരധോ ബഹിർമിതഃ സമാസഹസ്രം വ്യഗമന്മഹീപദേ സപ്രാണയോശ്ചിത്രമമം സതാമരാഹ. ഹേ മഹീപദേ, ഇപ്രകാരം അങ്ങുമിങ്ങും ഉള്ളിലും പുറത്തും വാശിയോടുകൂടി വലിച്ചു യുദ്ധം ചെയ്യുന്ന ഗജേന്ദ്രൻ്റെയും നക്രത്തിൻ്റെയും പ്രാണന് നാശം സംഭവിക്കാതെ തന്നെ അതേ നിലയിൽ 1000 സംവത്സരം കഴിഞ്ഞു. ഇത് കണ്ടിട്ട് ദേവന്മാർ ആശ്ചര്യപ്പെട്ടു. തതോ ഗജേന്ദ്രസ്യ മനോബലൗജസാം കാലേന ദീർഘേണ മഹാനഭൂദ്വയഃ വികൃഷ്യമാണസ്യ ജലേ വസീതതോ വിപര്യയോഭൂത് സകലം ജലൗകസഃ. 1000 സംവത്സരമായ ദീർഘകാലം ജലത്തിൽ കിടന്ന് തളർന്നും ഗ്രാഹത്താൽ ആകർഷിക്കപ്പെട്ടുമിരിക്കുന്ന ഗജേന്ദ്രൻ്റെ ഉത്സാഹം, ദേഹബലം, ഇന്ദ്രിയശക്തി ഇവയെല്ലാം ഏറ്റവും ക്ഷയിച്ചു. ജലമാകുന്ന വാസസ്ഥാനത്തോടുകൂടിയ ഗ്രാഹത്തിനോ ഇവയെല്ലാം ഉത്സാഹാദികൾ നന്നെ വർദ്ധിക്കുകയും ചെയ്തു. കാട്ടിലും മലയിലും സഞ്ചരിച്ച് തിന്നുപജീവിക്കുന്ന ആനയ്ക്ക് വേണ്ടതുപോലെ സഞ്ചാരവും ആഹാരവുമില്ലാതെ തളർച്ച തട്ടി. മുതലയുടെ വാസം ജലത്തിൽ തന്നെ ആകയാൽ അതിൻ്റെ സഞ്ചാരത്തിനും മറ്റും തടസ്സമില്ലാത്തതുകൊണ്ട് അത് ക്ഷീണിച്ചിട്ടുമില്ല. ഇത്തം ഗജേന്ദ്രസ്സ യഥാപസങ്കടം പ്രാണസ്യ ദേഹി വിവശോ യദൃച്ഛയാ അപാരയന്നാത്മവിമോക്ഷണേ ചിരം ദദ്യാവിമാം ബുദ്ധിമതാഭ്യപദ്യത. വിചാരിക്കാതെ ഇരിക്കെ ഇപ്രകാരം ആപത്തിലകപ്പെട്ട ഗജേന്ദ്രൻ ദേഹം നിലനിൽക്കുവാൻ ആവശ്യമുള്ള ഭക്ഷണാദി പദാർത്ഥങ്ങളുടെ അഭാവം നിമിത്തം പ്രാണസങ്കടത്തിലകപ്പെട്ടു. ഇനി ജീവിക്കുകയില്ലെന്ന് തോന്നിത്തുടങ്ങി. ഈ സങ്കടത്തിൽ നിന്ന് തന്നെ വിടർത്തുവാൻ വഴിയെന്താണെന്ന് വളരെ നേരം ചിന്തിച്ചപ്പോൾ താഴെ പറയുന്ന ഉപായം ബുദ്ധിയിൽ ഉദിച്ചു. ജന്മാന്തര സംസ്കാരമാണ് ഈ വിചാരമുണ്ടാവാൻ കാരണം. നമാമി മേജ്ഞാദയ ആതുരംഗജാഹ കുതകരിണ്യ പ്രഭവന്തി മോചിതും ഗ്രാഹേണ പാശേന വിദാതുരാവൃതോപ്യഹം ചതം യാമി പരംപരായണം. ബുദ്ധിയിൽ തോന്നിയ ഉപായത്തെ വിവരിക്കുന്നു.
ദുഃഖിതനായ എന്നെ എൻ്റെ കൂടെയുള്ള ഈ ഗജങ്ങൾ വിടുവിക്കുവാൻ ശക്തരായിരിക്കുന്നില്ല. പിടിയാനകൾ ശക്തകളല്ലെന്ന് പറയണമോ? ഈശ്വരൻ്റെ പാശസ്വരൂപമായിരിക്കുന്ന ഈ ഗ്രാഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഞാനെങ്കിലും. ബ്രഹ്മാദിദേവന്മാർക്കും ആശ്രയനായിരിക്കുന്ന ആ പരമേശ്വരനെ ശരണം പ്രാപിക്കുന്നു. യക്കശ്ചനേശോ ബലിനേശാന്തഘോരഗാത് പ്രചണ്ഡവേഗാദഭിതാവതോ വൃശം ഭീതം പ്രപന്നം പരിപാതി യദ്ഭയാൻ മൃത്യുപ്രദാവത്യരണം തമീമഹി. പ്രചണ്ഡവേഗത്തോടുകൂടി എങ്ങും സഞ്ചരിക്കുന്ന ബലവാനായ അന്തകനാകുന്ന സർപ്പത്തിൽ നിന്ന് ഭയപ്പെട്ട് ശരണം പ്രാപിക്കുന്ന ജനത്തെ യാതൊരു ഈശ്വരൻ മൃത്യുഭീതിയിൽ നിന്നും വിടർത്തി മോക്ഷം കൊടുക്കുന്നുവോ? യാതൊരു ഈശ്വരനിൽ നിന്നുള്ള ഭയം നിമിത്തം അന്തകൻ സർവ്വപ്രാണികളുടെയും നാശം വരുത്തുന്നതായ സ്വപ്രവൃത്തിയെ യഥാക്രമം യഥാകാലം നടത്തുന്നുവോ? ആ ഈശ്വരനെ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഈ ലോകം തന്നെ ആരെ ആശ്രയിച്ചും ഭയപ്പെട്ടും മര്യാദയെ അതിക്രമിക്കാതിരിക്കുന്നുവോ ആ ദേവനെ തന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു. 2-ാമത്തെ അധ്യായം സമാപിച്ചു. 3-ാമത്തെ അധ്യായം അടുത്ത ദിവസം. ഹരി ഓം.